സ്റ്റഡി ടൈം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2023 കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. മലയാളം മീഡിയമാണ് ചെയ്യണത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. റിക്വസ്റ്റ് ചെയ്ത ആൾ വീഡിയോ കാണുന്നത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റം ഏത്? ബ്രാക്കറ്റിൽ ജലം നീരാവിയാകുന്നു, പടക്കം പൊട്ടുന്നു, മെഴുക് ഉരുകുന്നു, വിറക് വെട്ടുന്നു. ഇതിൽ ആൻസർ വരുന്നത് പടക്കം പൊട്ടുന്നു. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം. ഈ സവിശേഷതയെ ഡാഷ് എന്ന് പറയുന്നു. ഈ ഒരു സവിശേഷതയെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി. എത്തനോളും മെത്തനോളും ചേർന്ന മിശ്രിതത്തിൽ നിന്നും ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത്? ആൻസർ വരുന്നത് ആംശിക സ്വേദനം. ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. പാല് കൊളോയിഡാണ്. ചെളിവെള്ളം എന്ന് പറയുന്നത് സസ്പെൻഷനാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സോഡിയം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ഏതാണ് ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജലവുമായി പ്രവർത്തിക്കാത്ത ലോഹം ഏത്? പൊട്ടാസ്യം, കോപ്പർ, കാൽസ്യം. ഇതിലേതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് കോപ്പർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, താപമോചന രാസപ്രവർത്തനങ്ങളും താപാകിരണ രാസപ്രവർത്തനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇതിൻ്റെ ആൻസർ നോക്കാം. താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ താപമോചക രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ താപാകിരണ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പോയിന്റുകൾ നമുക്ക് നോക്കാം. താപമോചക രാസപ്രവർത്തനത്തിൽ വരുന്നതാണ് താപോർജ്ജം പുറത്തുവിടുന്നു. രാസപ്രവർത്തനത്തിന്റെ ഭാഗമായി താപം പുറന്തള്ളുന്നു. താപാകിരണ രാസപ്രവർത്തനം താപം സ്വീകരിക്കുന്നു. രാസപ്രവർത്തനത്തിന്റെ ഭാഗമായി താപം സ്വീകരിക്കുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം പൂർത്തിയാക്കുക. ഇവിടെ സിങ്ക് പ്ലസ് 2HCl തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് ഒന്ന് ബാലൻസ് ചെയ്യണം. ഇതിൻ്റെ ആൻസർ വരുന്നത് ZnCl2 + H2. ബി, അലൂമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാറില്ല. കാരണം എന്ത്? ഇതിൻ്റെ ആൻസർ നോക്കാം. അലൂമിനിയം മോരിലടങ്ങിയിരിക്കുന്ന ആസിഡുമായി പ്രവർത്തിച്ച് വിഷകരമായ ലോഹ സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സോഡ വെള്ളത്തിലെ ലീനം, ലായകം ഇവ ഏതെന്ന് എഴുതുക. ഇതിൻ്റെ ആൻസർ ലീനം കാർബൺ ഡയോക്സൈഡ്, ലായകം ജലം. ജലം എന്ന് പറയുന്നത് സാർവീക ലായകമാണ്. അതുകൊണ്ട് തന്നെ ജലത്തിൽ എന്താണോ ചേർക്കുന്നത് അതാണ് ലീനം. അതെല്ലാം കൂടി ചേരുമ്പോഴാണ് ലായനി കിട്ടുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഈർപ്പമില്ലാത്ത 2 വാച്ച് ഗ്ലാസുകൾ എടുത്ത് രണ്ടിലും അല്പം സിൽവർ ബ്രോമൈഡ് ഇടുക. ഒരു വാച്ച് ഗ്ലാസ് കറുത്ത കടലാസ് കൊണ്ട് പൊതിയുക. രണ്ടും അല്പനേരം സൂര്യപ്രകാശത്തിൽ വയ്ക്കുക. എ, ഏത് വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡിന്റെ നിറമാണ് മാറിയത്? ഇതിൻ്റെ ആൻസർ വരുന്നത് സൂര്യപ്രകാശത്തിൽ തുറന്നു വെച്ച വാച്ച് ഗ്ലാസ്. ബി ക്വസ്റ്റ്യൻ, ഏത് ഊർജ്ജ രൂപമാണ് ഇവിടെ രാസമാറ്റത്തിന് കാരണമായത്? ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താ? പ്രകാശോർജ്ജം. പത്താമത്തെ ക്വസ്റ്റ്യൻ, സോഡിയത്തിൻ്റെ പ്രതീകം Na ആണ്. ഇതിൻ്റെ ലാറ്റിൻ നാമം എഴുതുക. സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമമാണ് നാട്രിയം. ബി ക്വസ്റ്റ്യൻ നോക്കാം. H എന്നത് ഹൈഡ്രജൻ്റെ പ്രതീകമാണ്. 5H2, 5H എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. 5H2 എന്ന് പറയുന്നതിൽ 5 ഹൈഡ്രജൻ തന്മാത്രകളാണ്. 5H എന്ന് പറയുന്നത് 5 ഹൈഡ്രജൻ ആറ്റങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത ലേപനം എന്നാൽ എന്ത്? ഇതിൻ്റെ ആൻസർ, ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്നു. ഈ പ്രക്രിയയെ വൈദ്യുത ലേപനം എന്ന് പറയുന്നു. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇരുമ്പ് വളയിൽ കോപ്പർ പൂശുന്നതിന് ഉപയോഗിക്കുന്ന ലായനി ഏത്? ആൻസർ കോപ്പർ സൾഫേറ്റ്. സി ക്വസ്റ്റ്യൻ, ലാപ്ടോപ്പുകളിൽ ഉപയോഗിക്കുന്ന സെൽ ഏത്? ഇതിൻ്റെ ആൻസർ ലിഥിയം അയോൺ സെൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിയുന്നതിനാവശ്യമായ ഒരു പരീക്ഷണത്തിൻ്റെ പ്രവർത്തനക്രമം എഴുതുക. ഇതിൻ്റെ ആൻസർ നോക്കാം. 4 ടെസ്റ്റ് ട്യൂബുകളിലും ഓരോ ഇരുമ്പാണി വീതം ഇടുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നനഞ്ഞ പഞ്ഞി ഇട്ട ശേഷം അന്തരീക്ഷവായുവിൽ തുറന്നു സൂക്ഷിക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഇരുമ്പാണിക്കൊപ്പം നീറ്റുകക്കയിട്ട് അടച്ചു സൂക്ഷിക്കുക. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഇരുമ്പാണി പകുതിയോളം മുങ്ങിക്കിടക്കത്തക്ക വിധം സോഡിയം ക്ലോറൈഡ് ലായനി ഒഴിച്ച് സൂക്ഷിക്കുക. നാലാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഇരുമ്പാണി പകുതിയോളം മുങ്ങിക്കിടക്കത്തക്ക വിധം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് സൂക്ഷിക്കുക. ഒരാഴ്ചയോളം ടെസ്റ്റ് ട്യൂബുകൾ സൂക്ഷിച്ചതിന് ശേഷം ഇരുമ്പാണികൾക്കുണ്ടായ മാറ്റം നിരീക്ഷിക്കുക. ഇതാണ് പരീക്ഷണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ ലോഹനാശനം തടയാനുള്ള ഒരു മാർഗം എഴുതുക. ലോഹപ്രതലത്തിൽ ഗ്രീസ്, എണ്ണ എന്നിവ ലേപനം ചെയ്യൽ, വൈദ്യുത ലേപനം. ഇതിലേതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. 13ാമത്തെ ക്വസ്റ്റ്യൻ, പൂരിത ലായനിയും
അതിപൂരിത ലായനിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇതിൻ്റെ ആൻസർ നോക്കാം. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ഉയർന്ന താപനിലയിൽ ഒരു ലായനിയെ പൂരിതമാക്കാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി. ലയത്വത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ എഴുതുക. ആൻസർ ലീനത്തിൻ്റെ സ്വഭാവം, താപനില. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.